സുഹൃത്തുക്കളെ, മുംബൈ ഭാരതത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നതിനൊപ്പം ഭാരതത്തിലെ ഏറ്റവും വലിയ ഊർജ്ജസ്വലമായ നഗരങ്ങളിൽ ഒന്നുകൂടിയാണ്. അതിനാൽ 2008 തീവ്രവാദികളും മുംബൈ പട്ടണത്തെ ഭീകരവാദ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തു. എന്നാൽ അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാർ അവർ കഴിവില്ലായ്മയുടെ സന്ദേശമാണ് നൽകിയത്. ഭീകരവാദത്തിന് മുന്നിൽ മുട്ടുവിറയ്ക്കുന്നതായുള്ള സന്ദേശമാണ് നൽകിയത്. ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ്, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നയാൾ, അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തുറന്നു പറച്ചിൽ നടത്തി. അദ്ദേഹം സമ്മതിച്ചത് മുംബൈ ആക്രമണത്തിനു ശേഷം നമ്മുടെ സൈന്യം പാകിസ്ഥാനെ ആക്രമിക്കാൻ തയ്യാറായിരുന്നു എന്നാണ്. രാജ്യം മുഴുവൻ ആ സമയത്ത് ഇത് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആ കോൺഗ്രസ് നേതാവ് പറയുന്നത് അനുസരിച്ച് ഏതോ രാജ്യത്തിന്റെ സമ്മർദ്ദപ്രകാരം കോൺഗ്രസ് സർക്കാർ ഭാരതത്തിലെ സൈന്യത്തിനെ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിൽ നിന്നും തടഞ്ഞു. കോൺഗ്രസിന് ഇത് പറയേണ്ടി വരും. അതാരായിരുന്നു വിദേശ സമ്മർദ്ദത്തിൽ ഇത്തരത്തിൽ തീരുമാനം എടുത്തതെന്ന്? ആരാണോ രാജ്യത്തിന്റെ ആഗ്രഹത്തിനെതിരായി മുംബൈ ആക്രമിച്ചവർക്കെതിരെ അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് രാജ്യത്തിന് അറിയാൻ അവകാശമുണ്ട്. കോൺഗ്രസിന്റെ കഴിവില്ലായ്മ തീവ്രവാദികൾക്ക് ശക്തി നൽകി. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായി. അതിന്റെ വില പല പ്രാവശ്യം ജീവനുകൾ നൽകി നമുക്ക് പരിഹരിക്കേണ്ടി വന്നു. സുഹൃത്തുക്കളെ, ഞങ്ങളെ സംബന്ധിച്ച് രാജ്യസുരക്ഷ, ദേശവാസികളുടെ സുരക്ഷ എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഇന്നത്തെ ഭാരതം ശക്തമായി മറുപടി നൽകുന്നു. ഇന്നത്തെ ഭാരതം വീടിനകത്ത് കടന്നു ചെന്ന് ആക്രമിക്കുന്നു. ഇത് ലോകം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കണ്ടതാണ്. അതിന്റെ അഭിമാനം അനുഭവിച്ചറിഞ്ഞതുമാണ്.